50 രൂപ പാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അകത്തോട്ട് കയറാം. ക്യാമറയും അകത്തോണ്ട് പോകാൻ പാടില്ല. പക്ഷെ 1-2 ആൾക്കാർ ക്യാമറയും ഗിംബലും എല്ലാം കൊണ്ടുപോയി അവിടെ വെച്ച് വെഡ്ഡിംഗ് ഷൂട്ട് വരെ നടത്തിയായിരുന്നു. ഇതിന് മുമ്പത്തെ തവണ വന്നപ്പോൾ നമ്മുടെ ക്യാമറ ചെക്ക് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് കാറിനകത്ത് അത് വെച്ചിട്ടേ അകത്ത് കയറ്റിയുള്ളൂ. പലർക്കും പല നിയമങ്ങളായതുകൊണ്ട് നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്ത് തന്നെ വരണം. ചെറിയൊരു ട്രക്കിംഗ് പോലെയാണ്, കല്ല് വിരിച്ച പാതയാണ്, നടന്നു കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇരിപ്പിടങ്ങളുണ്ട്. വെള്ളം കൂടെ കരുതുക. ക്ഷേത്രത്തിലെ ശില്പങ്ങളുടെ ഭംഗിയും ഈ പ്രകൃതി രമണീയമായ കാഴ്ചകളും ഇത് നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് തന്നെ മാറ്റി. നല്ലൊരു വ്യൂ കാണിക്കാം. ഇതൊട്ടും റെക്കമെൻഡ് ചെയ്യുന്നില്ല, ചാടിക്കിടക്കാനൊന്നും പാടില്ല. എന്നിരുന്നാലും തമിഴ്നാട് സിറ്റിയുടെ ഒരു ദൂര കാഴ്ച കാണിച്ചത് അടിപൊളിയാണ്. വാ, തമിഴ്നാട് സിറ്റി അല്ല കേട്ടോ, ഗ്രാമമാണേ. പാറയുടെ മുകളിൽ കൂടെ ഒക്കെ അങ്ങോട്ട് നടക്കാം കേട്ടോ. വ്യൂ കാണിച്ചില്ല, അടിപൊളിയാണ്. ചെറിയൊരു ട്രക്കിംഗ് കഴിഞ്ഞ ഫീലുണ്ട് കേട്ടോ. നല്ലോണം നടക്കാനുണ്ട്, നല്ല സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കിതച്ച് പോകും. അതുകൊണ്ട് പാടാണ്, പക്ഷേ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. ലെറ്റ്സ് സീ. അതാണ് നമ്മൾ കയറി വന്ന വഴി കേട്ടോ. ഇനിയും വലിയൊരു മല കിടപ്പുണ്ട്, പക്ഷെ ആരെ വെട്ടി വെച്ചത് പോലെ കുറച്ച് പാറക്കല്ലുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ചെറിയൊരു ഗുഹ പോലത്തെ ഒരു ഭാഗമുണ്ട്. എന്തെനിക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വെട്ടിയെടുത്താണെന്ന് അറിയില്ല, പക്ഷേ നല്ല രീതിക്ക് വെട്ടൽ വീണത് പോലത്തെ ഒരു കല്ല് കണ്ടോ. ഇങ്ങനെ പാമ്പൊക്കെ കയറി ഇരിപ്പുണ്ടാവുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് അതിൻ്റെ മുകളിലോട്ട് പോയി നോക്കാം കേട്ടോ. ആൾക്കാരുടെ കുപ്പികൾ 1-2 എണ്ണം കിടപ്പുണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ടും ഇവിടെ ആൾക്കാർ വരുന്ന സ്ഥലം തന്നെയാണ്. ഇത് ഈ കാണുന്നത് നമ്മുടെ ഈന്തപ്പനയാണ്. അതിനപ്പുറത്ത് ഫെൻസാണ്, അതിനപ്പുറത്ത് പോകാൻ പറ്റില്ല, കാടാണ് കേട്ടോ. ടെൻ്റൊക്കെ അടിച്ച് താമസിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലം, പക്ഷേ പെർമിഷൻ കിട്ടില്ല. നമുക്ക് കയറേണ്ട മലയുടെ മുകളിലാണ്. ഇതിൻ്റെ മുകളിൽ കൂടെ വഴിയൊക്കെ കിടപ്പുണ്ട്, ആൾക്കാർ നടപ്പാതെയാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാനായിട്ടൊരു ധൈര്യം പോരാ, ഞാൻ പോകുന്നില്ല. ചിതറാൾ മലക്കോവിലിൽ വന്നതാണ് കേട്ടോ. നല്ല വിഷ്വൽ ബ്യൂട്ടി ഉള്ള പ്ലേസ് ആണ്. നമ്മൾ ഒറ്റയ്ക്കാണ് ഒരു ട്രക്ക് പോലെ ചെയ്ത് നമ്മളൊരു ചെറിയ പ്ലേസിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പ്ലേസ്, നല്ല മലയുടെ ചുറ്റുപാട്, നല്ല കാടിൻ്റെ അന്തരീക്ഷം. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പാമ്പിൻ്റെ സാന്നിധ്യമാണ്, ഉറപ്പായിട്ടും കാണാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവിടെ ആയിട്ട് ബിയർ ബോട്ടിലും സംഭവങ്ങളൊക്കെ പൊട്ടിയും കിടപ്പുണ്ട്. കുപ്പിച്ചില്ലും സംഭവങ്ങളൊക്കെ കാലിൽ കയറാൻ ശ്രദ്ധിച്ചോളണം കേട്ടോ. നടന്നു വരുമ്പോഴത്തേ ഇതിനകത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ, നമുക്ക് അങ്ങോട്ട് പോവാം. കഴിഞ്ഞ തവണ വന്നപ്പം പറങ്കി എല്ലാം കാച്ചിടപ്പുണ്ടായിരുന്നു, കുറച്ച് പഴങ്ങളൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത്തവണ പൂത്ത് തുടങ്ങിയതേ ഉള്ളൂ. ഒരു അമേസിങ് ആയിട്ടുള്ള വ്യൂ ഉണ്ട് കേട്ടോ. വലിയൊരു ആൽമരം, ക്ഷേത്രം, മല കയറി മുകളിൽ പോകുമ്പോൾ ക്ഷേത്രം. ഇനി അത്തിപ്പഴം കണ്ടില്ല എന്ന് പറയല്ലേ. അടുത്തൊരു വ്യൂ പോയിന്റിലോട്ട് കൊണ്ടുപോവാം.
ആ, 9ാം നൂറ്റാണ്ടിലാണ് ചേര രാജാക്കന്മാർ നമ്മുടെ ഈ ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രതിഷ്ഠ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർത്ഥങ്കരന്മാരായിട്ടുള്ള മഹാവീരനും പാർശ്വനാഥൻ്റെയും ശില്പങ്ങളാൽ അതിസമ്പുഷ്ടമാണ് ഈ ക്ഷേത്രം. കൂടാതെ പത്മാവതി ദേവിയുടെ പ്രതിഷ്ഠയുമുണ്ട്. പിൽക്കാലത്ത് ഈ പത്മാവതിയുടെ പ്രതിഷ്ഠ മാറ്റി ഭഗവതി പ്രതിഷ്ഠ കൊണ്ടുവന്നു എന്നും ഒരു ചരിത്രം പറയുന്നുണ്ട്. ഇതാണ് എൻ്റെ എൻട്രൻസ്. ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. മൊത്തം പാറയിൽ കൊത്തുപണി തീർത്ത് ഒരു പാറയിൽ തന്നെ കടഞ്ഞെടുത്തുണ്ടാക്കിയതാണ് കേട്ടോ. ഗുഹയുമായിട്ട് സാമ്യമുള്ള കുറച്ച് പ്രദേശം കൂടെ ഉണ്ട്, കാണിച്ചു തരാം. ഇതേ നോക്കി, അടിപൊളിയല്ലേ? നമുക്ക് ക്ഷേത്രത്തിലോട്ട് പോകാം, വാ. ഇതാണ് കേട്ടോ തീർത്ഥങ്കരന്മാർ, മഹാവീരനും പാർശ്വനാഥനും. ദേവീ സങ്കല്പമായിട്ട് ഇവിടെ ഉള്ളത് പത്മാവതി ദേവിയാണ് കേട്ടോ. പക്ഷെ ഇവിടുത്തെ രൂപസാദൃശ്യങ്ങളെല്ലാം നമ്മുടെ ബുദ്ധനുമായിട്ട് ഏറെ റിസംബ്ലൻസ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ഏറെ അടുത്ത് നിൽക്കുന്ന ഒരു മതം തന്നെയാണ് ജൈനമതം എന്ന് പറയാൻ തോന്നുന്നു. ഏകദേശം അതിന്റെ കൊത്തുപണി സംഭവങ്ങളൊക്കെ നല്ല രീതിക്ക് ബുദ്ധനുമായിട്ട് നല്ല സാമ്യമുണ്ട് കേട്ടോ. ഒറ്റ കല്ലിൽ കൊത്തിയെടുത്ത തൂണാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ഏകദേശം 9 തൂണുണ്ട്, അതെല്ലാം. ഇവിടെ നാഗപ്രതിഷ്ഠയുമുണ്ട്. ക്ഷേത്രമുറ്റത്ത് തന്നെ വേനലിൽ പറ്റാത്ത ഒരു ജലാശയമുണ്ട്. ക്ഷേത്രം ഇതാണ്. ഈ സ്തൂപം കണ്ടായിരുന്നു. അതുപോലെ ഈ കോവിലെല്ലാം ആർക്കിയോളജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. ഇന്ന് വെഡ്ഡിംഗ് ഷൂട്ടുകളും പൊങ്കാലയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സീ നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.